ഹയർ സെക്കൻഡറി അധ്യാപകരാകാനും വൊക്കേഷണൽ ഹയർ സെക്കൻഡറികളിലെ നോൺ വൊക്കേഷണൽ അധ്യാപകരാകാനും നിർബന്ധമായ അർഹത നിർണയ പരീക്ഷയായ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് സെറ്റ് ജൂലൈ 2026 സെഷന് അപേക്ഷിക്കാം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് വേണ്ടി LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. വിഷയങ്ങൾ മൊത്തം 31 വിഷയത്തിൽ പരീക്ഷ നടത്തും. ആന്ത്രപ്പോളജി, അറബിക്, ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ജോഗ്രഫി, ജിയോളജി, ഹിന്ദി, ഹിസ്റ്ററി, ഹോം സയൻസ്, ഇസ്ലാമിക് ഹിസ്റ്ററി, ജേർണലിസം, കന്നഡ, മലയാളം, മാത്തമാറ്റിക്സ്, മ്യൂസിക്, ഫിലോസഫി, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സാൻസ്ക്രിറ്റ്, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, തമിഴ്, ഉറുദു, സുവോളജി, ബയോടെക്നോളജി എന്നീ വിഷയങ്ങളിലാണ് സെറ്റ് നടത്തുന്നത്. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ 50% മാർക്കോടെയുള്ള തത്തുല്യ ഗ്രേഡുള്ള മാസ്റ്റേഴ്സ് ബിരുദം വേണം. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 45% മതിയാകും. കൂടാതെ ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത B.Edഉം ഉണ്ടായിരിക്കണം. യോഗ്യതയിലെ ഇളവുകൾ: ആന്ത്രപ്പോളജി, കൊമേഴ്സ്, ഗാന്ധിയൻ സ്റ്റഡീസ്, ജിയോളജി, ഹോം സയൻസ്, ജേർണലിസം, മ്യൂസിക്, ഫിലോസഫി, സൈക്കോളജി, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നവർക്ക് സെറ്റ് അഭിമുഖീകരിക്കാൻ B.Ed നിർബന്ധമല്ല. സെറ്റിന് അപേക്ഷിക്കാനുള്ള മാർക്കോടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ബിരുദമുള്ള B.Ed കോഴ്സ് അവസാന വർഷത്തിൽ പഠിക്കുന്നവർ, B.Ed ബിരുദമുള്ള അവസാന വർഷ PG കോഴ്സിൽ പഠിക്കുന്നവർ എന്നിവർക്കും അപേക്ഷിക്കാം. നിശ്ചിത ഡിക്ലറേഷൻ നൽകണം. ഇവർ മാർക്ക് വ്യവസ്ഥ തൃപ്തിപ്പെടുത്തി PG ഓർ B.Ed പരീക്ഷയുടെ യോഗ്യത സെറ്റ് പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്ന തീയതി മുതൽ 1 വർഷത്തിനകം നേടിയിരിക്കണം. ഇല്ലെങ്കിൽ അവർ ഈ ചാൻസിൽ സെറ്റ് പരീക്ഷ ജയിച്ചതായി കണക്കാക്കുന്നതല്ല. മാത്തമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി എന്നീ വിഷയങ്ങൾക്ക് NCERT സ്പോൺസർ ചെയ്തിട്ടുള്ള റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് ബന്ധപ്പെട്ട വിഷയത്തിൽ 50% മാർക്കോടെ MSc Ed പൂർത്തിയാക്കിയവർക്ക്, ബിരുദമുള്ളവർക്ക് അപേക്ഷിക്കാം. ബോട്ടണി, സുവോളജി വിഷയങ്ങളുടെ കാര്യത്തിൽ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് ലൈഫ് സയൻസ് MSc Ed ഉള്ളവർക്ക് അപേക്ഷിക്കാം. 50% മാർക്ക് വേണം. B.Ed കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ MAയും 50% മാർക്കോടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് സെറ്റിന് അപേക്ഷിക്കാം. B.Ed ബിരുദമില്ലാതെ അറബിക്, ഉറുദു, ഹിന്ദി, DLED, LTTC യോഗ്യതയുള്ളവർക്ക് സർക്കാർ ഉത്തരവുകൾക്ക് വിധേയമായി അപേക്ഷിക്കാം. നാച്ചുറൽ സയൻസിൽ B.Ed ഉള്ള ബയോടെക്നോളജി മാസ്റ്റേഴ്സ് ബിരുദമുള്ളവർക്ക് 50% മാർക്കുണ്ടെങ്കിൽ ബയോടെക്നോളജിയിൽ അപേക്ഷിക്കാം. കേരളത്തിലെ ഏതെങ്കിലും ഒരു സർവകലാശാലയുടെയെങ്കിലും അംഗീകാരമില്ലാത്ത ഓപ്പൺ സർവകലാശാലകളിൽ നിന്നോ കറസ്പോണ്ടൻസ് കോഴ്സ് വഴിയോ യോഗ്യത നേടിയവർക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. സെറ്റ് വിഷയങ്ങളല്ലാതെ മറ്റു വിഷയങ്ങളിൽ യോഗ്യത നേടിയവർ കേരളത്തിലെ ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് ഇക്വലൻസി ഓർ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് നൽകേണ്ടി വരും. വിശദാംശങ്ങൾ ibs.edp.lbs.in/SETJUL26/ ഉള്ള പ്രോസ്പെക്ടറിൽ ലഭിക്കും. അപേക്ഷിക്കാൻ പ്രായപരിധിയില്ല. പരീക്ഷാ തീയതി പിന്നീട് പ്രഖ്യാപിക്കും. കേരളത്തിലെ എല്ലാ ജില്ലകളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടാകും. അപേക്ഷ നൽകുമ്പോൾ ഏതെങ്കിലും ഒരു ജില്ലാ കേന്ദ്രം തിരഞ്ഞെടുക്കണം. പരീക്ഷാ കേന്ദ്രത്തിന്റെ വിവരങ്ങൾ അഡ്മിറ്റ് കാർഡിൽ ഉണ്ടാകും. 2 മണിക്കൂർ വീതം ദൈർഘ്യമുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളുള്ള 2 പേപ്പർ ഉൾപ്പെടുന്നതാണ് സെറ്റ്. പേപ്പർ 1 എല്ലാവർക്കും പൊതുവായി ഉള്ളതാണ്. ഭാഗം A ജനറൽ നോളജ്, ഭാഗം B ആപ്റ്റിറ്റ്യൂഡ് ഇൻ ടീച്ചിങ്. ഓരോ ഭാഗത്തും 1 മാർക്കിന്റെ 60 വീതം ചോദ്യങ്ങളുണ്ടാകും. പേപ്പർ 2 തിരഞ്ഞെടുക്കുന്ന വിഷയം അടിസ്ഥാനമാക്കിയുള്ള 1 മാർക്കിന്റെ 120 ചോദ്യങ്ങളുള്ള പേപ്പറാണ്. മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയ്ക്ക് 1.5 മാർക്കിന്റെ 80 ചോദ്യങ്ങളുണ്ടാകും. ഉത്തരം തെറ്റിയാൽ നെഗറ്റീവ് മാർക്കില്ല. OMR അനിശ്ചിതമായിരിക്കും പരീക്ഷ. യോഗ്യത: പരീക്ഷയിൽ യോഗ്യത നേടാൻ ഓരോ പേപ്പറിലും 40 വീതവും 2 പേപ്പറിനും കൂടി 48% മാർക്ക് വേണം. OBC-ക്കാർക്ക് ഇത് യഥാക്രമം 35% വീതവും 45%വും, പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 35% വീതവും 40%വും ആയിരിക്കും. അപേക്ഷ lbs.edp.lbscenter.in/SETJUL26/ വഴി മെയ് 22 അർദ്ധരാത്രി വരെ നൽകാം. അപേക്ഷാ ഫീസ് 1300 രൂപ. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് 750 രൂപ. തുക ഓൺലൈനായി മെയ് 24 അർദ്ധരാത്രി വരെ അടയ്ക്കാം.
അപേക്ഷയിലെ പിശകുകൾ തിരുത്തുവാൻ 23 മുതൽ 25 അർദ്ധരാത്രി വരെ സൗകര്യം ലഭിക്കും. ഇതുപോലുള്ള ഇൻഫർമേഷൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്